ഡിയേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ലവ്ലി ഷൗട്ട്സ്. ലവ്ലി ഷൗട്ട്സിൻ്റെ LP, UP, LDC പരീക്ഷകളുടെ മോക്ക് ടെസ്റ്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 2024 നടന്ന ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോകളിൽ ക്വസ്റ്റ്യൻസിൻ്റെ ബാക്കിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പ്രിലിമിനറി പരീക്ഷയുടെ ക്വസ്റ്റ്യൻസാണ്. 2024 നടന്ന പ്രിലിമിനറി പരീക്ഷയുടെ ക്വസ്റ്റ്യനാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഇടുക്കി. ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. അത് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ആൻസർ ഇവിടെ ഇടുക്കിയാണ്. ഓപ്ഷൻ സി, ഇടുക്കി. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം ആര്? രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, PT ഉഷ. PT ഉഷയാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയായ വനിതാ കായിക താരം. ആൻസർ PT ഉഷ. കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏത്? കൊച്ചി മെട്രോ നിലവിൽ വന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 2017. 2017 കൊച്ചി മെട്രോ നിലവിൽ വന്നത്. 43ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, 2017. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പാമ്പാർ. പാമ്പാറാണ് കിഴക്കോട്ടൊഴുകുന്ന നദി. തന്നിരിക്കുന്നതിൽ കിഴക്കോട്ടൊഴുകുന്നത് പാമ്പാറാണ്. പാമ്പാർ. പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്? പൊന്നാനി തുറമുഖം ഏത് നദിയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖം ആണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഭാരതപ്പുഴ. ഭാരതപ്പുഴയുടെ പൊന്നാനി തുറമുഖം ഭാരതപ്പുഴയുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യബന്ധന തുറമുഖമാണ്. ആൻസർ ഭാരതപ്പുഴ. 2022 മികച്ച പിന്നണി ഗായികക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത ഏത്? 2022 മികച്ച പിന്നണി ഗായികക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ കേരളീയ വനിത. ആൻസർ ഓപ്ഷൻ ബി ആണ്, നഞ്ചിയമ്മ. നഞ്ചിയമ്മക്കാണ് 2022 മികച്ച പിന്നണി ഗായികക്കുള്ള ദേശീയ പുരസ്കാരം നേടിയത്. ആൻസർ ഓപ്ഷൻ ബി, നഞ്ചിയമ്മ. കേരളത്തിലെ ആധുനിക വ്യവസായങ്ങളുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തിയ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇടുക്കി. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ആൻസർ ഓപ്ഷൻ ഡി, ഇടുക്കി. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏത്? വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇരവിക്കുളം. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വരയാടുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് ഇരവിക്കുളം. ആൻസർ ഇരവിക്കുളം. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, വേമ്പനാട്ട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് കായൽ. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം ഏത് താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി, നെയ്യാറ്റിൻകരയാണ് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം
തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആൻസർ ഇവിടെ നെയ്യാറ്റിൻകര. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആര്? സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളിയാണ്. ആൻസർ അയ്യങ്കാളി. 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏത്? 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, അരുവിപ്പുറമാണ് 1888 ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം. ആൻസർ ഓപ്ഷൻ ബി, അരുവിപ്പുറം. 52 ക്വസ്റ്റ്യൻ. ആൻസർ അരുവിപ്പുറമാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആൻസർ ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ആറ്റിങ്ങൽ കലാപം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏത്? വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1924. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1924 ആണ്. 1924. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം. ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം ഏത്? ആൻസർ സി ആണ്, അരയ സമാജമാണ് പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനം. അരയ സമാജം. ധീവര സമുദായത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പണ്ഡിറ്റ് കറുപ്പൻ നേതൃത്വം നൽകി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് അരയ സമാജം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബേപ്പൂർ മുതൽ തിരൂർ വരെ. ആൻസർ ഓപ്ഷൻ ബി, ബേപ്പൂർ മുതൽ തിരൂർ വരെ. 56ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ബേപ്പൂർ മുതൽ തിരൂർ വരെയാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ റെയിൽപാത. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആര്? പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി ആരാണ്? ആൻസർ കെ കേളപ്പനാണ് പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. കെ കേളപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ് പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വ്യക്തി. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, നെടുങ്ങാടി ബാങ്ക്. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്കാണ് നെടുങ്ങാടി ബാങ്ക്. 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം ഏത്? ആൻസർ ഓപ്ഷൻ എ, പാരീസ് ആണ് 2024 നടക്കുന്ന ഒളിമ്പിക്സിന് വേദിയാകുന്ന നഗരം. 59ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, പാരീസ്. പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവാര്? അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് ആരാണ്? ആൻസർ വി ടി ഭട്ടത്തിരിപ്പാട്. ഓപ്ഷൻ ഡി ആണ്, വി ടി ഭട്ടത്തിരിപ്പാട്. പ്രശസ്ത നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന കൃതിയുടെ കർത്താവ് വി ടി ഭട്ടത്തിരിപ്പാട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ലിലെ ഇനാമലാണ്. അതിൻ്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ. മനുഷ്യരിൽ നിന്ന്
മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ലിലെ ഇനാമലാണ്. അതിൻ്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയ. ആൻസർ ഓപ്ഷൻ സി ആണ്. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ വസ്തു പല്ലിലെ ഇനാമലാണ്. അതിൻ്റെ നാശത്തിന് കാരണമാകുന്ന ബാക്ടീരിയയാണ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയയാണ് ഇനാമൽ നശിക്കാൻ കാരണമാകുന്ന ബാക്ടീരിയ. ഇവിടെ ആൻസർ ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ ആണ്. അപ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് 20 ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടന്ന, അതായത് ഈ വർഷം തന്നെ നടന്ന എക്സാമിലെ ക്വസ്റ്റ്യൻസ് ആണ്, പ്രിലിമിനറി എക്സാമിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ മറ്റു ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.